വാളയാറിലെ ആൾക്കൂട്ടക്കൊലയിൽ നീതി തേടി രാംനാരായണന്റെ കുടുംബം പ്രതിഷേധം കടുപ്പിച്ചതോടെ ചർച്ചയ്ക്കൊരുങ്ങി സർക്കാർ. റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് ബന്ധുക്കളെ കാണും. മോർച്ചറിക്ക് മുന്നിലെ പ്രതിഷേധം അവസാനിപ്പിച്ചത് മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതോടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് ശേഷമുള്ള ആദ്യ UDF യോഗം ഇന്ന് കൊച്ചിയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പ്രധാന അജണ്ട. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും വേഗത്തിലാക്കാൻ നീക്കം. മുന്നണി വിപുലീകരണവും ചർച്ചയാകും. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആരാകുമെന്നതിൽ സസ്പെൻസ് നിലനിർത്തി BJP. VV രാജേഷിന്റെയും ശ്രീലേഖയുടെയും പേരുകൾക്ക് മുൻതൂക്കം. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങി LDFും UDFും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാൻ BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കണ്ണൂരിൽ. പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമണത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ രാത്രി വൈകിയും പ്രതിഷേധം തുടർന്ന് ലീഗ് പ്രവർത്തകർ. മണ്ഡലത്തിൽ ഇന്ന് UDF ഹർത്താൽ. ആക്രമണത്തിന് പിന്നിൽ CPIM എന്ന ലീഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ CEOയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. കസ്റ്റഡി അപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. സാമ്പത്തിക ഇടപാടുകൾ ഇഴകീറി പരിശോധിക്കാൻ അന്വേഷണ സംഘം. വയനാട് പുൽപ്പള്ളിയിലെ മനുഷ്യജീവനെടുത്ത കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും. കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാൻ വനം വകുപ്പ്. കൂട്ടിൽ അകപ്പെട്ടില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കും. ദേവർഗദ്ദ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കണ്ണൂർ അയ്യങ്കുന്നിൽ ഭീതി പടർത്തുന്ന കാട്ടാനയെ തുരത്താൻ ഊർജിത ശ്രമം. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 4 വാർഡുകളിൽ നിരോധനാജ്ഞ. ആശങ്കയിൽ പ്രദേശവാസികൾ. മലപ്പുറം വണ്ടൂരിൽ സമസ്ത 100ാം വാർഷിക പ്രചരണ പരിപാടികളുടെ ഭാഗമായി പതാക ദിനം ആഘോഷിച്ചു. ചെറിയാറമ്മൽ മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. 100 പേർ 100 പതാകകൾ ഉയർത്തിയാണ് പതാക ദിനം ആചരിച്ചത്. മലപ്പുറം വണ്ടൂരിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ CPIM പന്തം കൊളുത്തി പ്രകടനം നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അനിൽ നിരവിൽ, C ജയപ്രകാശ്, വണ്ടൂർ ലോക്കൽ സെക്രട്ടറി P അരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലപ്പുറം അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന അംഗം MP ശോഭന വരണാധികാരി C ഹനീഷ് മുൻപാകെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. ആകെ 22 സീറ്റുള്ള പഞ്ചായത്തിൽ UDFന് 17, LDFന് 5 എന്നിങ്ങനെയാണ് സീറ്റ് നില. മലപ്പുറം പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ പുതിയ മെമ്പർമാർക്ക് ഹൈബ്രിഡ് പ്ലാവിൻ തൈകൾ ഉപഹാരമായി നൽകി ജീവനക്കാർ. പൂച്ചെണ്ടുകൾ നൽകുന്നതിന് പകരമാണ് പഞ്ചായത്ത് ജീവനക്കാർ പ്ലാവിൻ തൈകൾ നൽകിയത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായി തുണിസഞ്ചിയിലാണ് തൈകൾ നൽകിയത്. ആലപ്പുഴയിൽ വേമ്പനാട് കായൽ പുനരുദ്ധാരണത്തിന് 9 പദ്ധതികൾ അവതരിപ്പിച്ച് ബീറ്റ വേമ്പനാട് ഫോറം. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആര്യാഡ് ലേക്ക് കനോപ്പി റിസോർട്ടിൽ നടന്ന പരിപാടിയിലാണ് നിർദ്ദേശം. കായൽ സംരക്ഷണത്തിനായി നടത്തിയ ഫോറം ജൽ ശക്തി മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിയും ദേശീയ ജല ദൗത്യം ഡയറക്ടറുമായ അർച്ചന വർമ്മ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ ജീവനക്കാർക്കായി നടത്തിയ മത്സരങ്ങളുടെ ഫലം പ്രഖ്യാപിച്ചു. കൈയക്ഷര മത്സരം, കേട്ടെഴുത്ത്, വിവർത്തനം എന്നീ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. ഡോക്ടർ രശ്മി രാമകൃഷ്ണൻ കൈയക്ഷര മത്സരത്തിലും M ഷിമി കേട്ടെഴുത്ത് മത്സരത്തിലും വിവർത്തന മത്സരത്തിൽ P തോമസും 1ാം സ്ഥാനം കരസ്ഥമാക്കി. ആലപ്പുഴ ജില്ലയിൽ വാഹകരുടെ ജില്ലാതല യോഗം ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ബാലനീതി, പോക്സോ, RTE നിയമങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു യോഗം. കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാരെ ഉൾപ്പെടുത്തിയാണ് യോഗം സംഘടിപ്പിച്ചത്. ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം പുന്നമട റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. റോഡിന്റെ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ആലപ്പുഴയിൽ YMCA ഹാളിൽ മന്നം ചാരിറ്റബിൾ ട്രസ്റ്റും അപൂർവ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ തയ്യൽ മെഷീൻ വിതരണം നടത്തി. ജില്ലാ സീനിയർ സിവിൽ ജഡ്ജി ശ്രീ പ്രമോദ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കാവശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റതായി പരാതി. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം സെക്രട്ടറി P വേണുവിനെ CPIM പ്രവർത്തകരായ പ്രമോദ്, രമേശ് എന്നിവരടങ്ങുന്ന സംഘം മർദ്ദിച്ചെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പിൽ പ്രമോദിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിന്റെ വൈരാഗ്യത്തിലായിരുന്നു മർദ്ദനമെന്നും പരാതിയിൽ.
സർക്കാർ ജീവനക്കാരുടെ 12ാം ശമ്പള കമ്മീഷനെ നിയമിക്കാതെ കമ്മിറ്റി രൂപീകരിച്ച് ശമ്പള പരിഷ്കരണ നടപടികൾ അനന്തമായി വൈകിപ്പിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാൻ എറണാകുളം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിനോടനുബന്ധിച്ച് എറണാകുളം സുഭാഷ് പാർക്കിൽ ഒരുക്കിയ പലസ്തീൻ ചിത്ര പ്രദർശനം മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും CPIM ദേശീയ സെക്രട്ടറിയുമായ MA ബേബി ഉദ്ഘാടനം ചെയ്തു. കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദ ബോഡി കോൾഡ് പലസ്തീൻ എന്ന കലാപ്രദർശനം പലസ്തീൻ ജനതയുടെ ജീവിതവും വേദനകളും പ്രതിരോധവും ആവിഷ്കരിക്കുന്ന ശക്തമായ കലാനുഭവമായി മാറി. റെയിൽവേ യാത്രാക്കൂലി കുത്തനെ വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CPIM ലോക്സഭാ കക്ഷി നേതാവ് K രാധാകൃഷ്ണൻ. വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും പൊറുതിമുട്ടുന്ന സാധാരണ ജനങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച മറ്റൊരു കനത്ത ആഘാതമാണിതെന്ന് K രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. തൃശൂർ ഇരിങ്ങാലക്കുടയിലെ സാംസ്കാരികോത്സവമായ വർണ്ണക്കുട 2025 ബ്രോഷർ പ്രകാശനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ബ്രോഷർ പ്രകാശനം ചെയ്തത്. ഡിസംബർ 26 മുതൽ 30 വരെ അയ്യങ്കാവ് മൈതാനിയിൽ 5 ദിവസങ്ങളിലായി സാംസ്കാരികോത്സവം അരങ്ങേറും. തൃശൂർ വെസ്റ്റ് പഴുവിൽ യുവതിയെ വീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് പഴുവിൽ സ്വദേശി സുൽഫത്താണ് മരിച്ചത്. അന്തിക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകര കാനാടികാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ഈ മാസം 24 മുതൽ ജനുവരി 4 വരെ നടക്കും. ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമി മുഖ്യ കാർമ്മികനാകും. ഇതോടനുബന്ധിച്ചുള്ള നൃത്ത സംഗീതോത്സവത്തിൽ 500-ൽ പരം കലാപ്രതിഭകൾ പങ്കെടുക്കും. തൃശൂർ എടത്തിരുത്തിയിൽ മയക്കുമരുന്ന് വിറ്റുവാങ്ങിയ JCBയും കാറും സ്ഥലവും അടക്കം 37 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. എടത്തിരുത്തി സ്വദേശി അഖിൽ, പെരിഞ്ഞനം സ്വദേശി ഫസീല എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലുള്ള കോമ്പറ്റന്റ് അതോറിറ്റിയാണ് കണ്ടുകെട്ടൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തിരുവനന്തപുരത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ട്രിവാൻഡ്രം ഫെസ്റ്റിന് തുടക്കം. പാളയം LMS കോമ്പൗണ്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്തു. മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ, BJP നേതാവ് VV രാജേഷ് എന്നിവർ ചേർന്ന് ഫെസ്റ്റിന് തിരിതെളിയിച്ചു. പുതുവൈപ്പ് ബീച്ച് ടൂറിസം മേളയ്ക്ക് ഇന്ന് തുടക്കം. 11 ദിവസം നീണ്ടു നിൽക്കുന്ന കലാകായിക പരിപാടികളാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് അംഗങ്ങളായ ഷീജ രജു, AA ചന്ദ്രവല്ലി, അശ്വതി നിധിൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം കൊണ്ടോട്ടി EMEA ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റ് സ്റ്റേറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പരിപാടിയിൽ സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വോളണ്ടിയേഴ്സിന് മത്സരങ്ങൾ ഒരുക്കി. NSS റീജിയണൽ ഡയറക്ടർ YM യുപിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനംതിട്ട കവിയൂരിൽ റോഡിൽ നിർത്തിയിട്ടിരുന്ന റോഡ് റോളറിന് തീപിടിച്ചു. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. തിരുവല്ലയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേന അംഗങ്ങൾ തീയണച്ചു. പാലക്കാട് മലമ്പുഴയിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ചിത്രകാരി ഫൊറിൻഡോ ദീപ്തി ഒരുക്കുന്ന റിഥംസ് ഓഫ് നേച്ചർ ഏകാംഗ ചിത്ര പ്രദർശനത്തിന് തുടക്കം. ആർട്ടിസ്റ്റ് ബൈജു പുന്നുകുന്നൂറിന്റെ അധ്യക്ഷതയിൽ മലമ്പുഴ MLA A പ്രഭാകരൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകാരൻ ശ്രീ മദനൻ മുഖ്യാതിഥിയായി. പാലക്കാട് ജില്ലാതല കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ആലത്തൂർ ബഡ് സ്കൂൾ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബഡ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കായി ജില്ലാതല കായിക മത്സരത്തിലാണ് ആലത്തൂർ ബഡ് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. കൊല്ലം ജില്ലയിലെ കാലിസമ്പത്തിനെ സാംക്രമിക രോഗ വിമുക്തമാക്കാനുള്ള കുത്തിവയ്പ് പത്തനാപുരം ഗാന്ധി ഭവനിൽ നിന്ന് ആരംഭിച്ചു. കുളമ്പ് രോഗം, ചർമ്മമുഴ രോഗം എന്നിവയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ 30 പ്രവൃത്തി ദിവസങ്ങളിലായി ജില്ലയിൽ നടക്കും. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംയോജിത പരിശോധനകൾ ശക്തമാക്കുമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ N ദേവിദാസ്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേംബറിൽ ചേർന്ന ജില്ലാതല മേധാവികളുടെ സംയുക്ത യോഗത്തിൽ വിവിധ വകുപ്പുകൾക്ക് നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകി. വയനാട് കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന് ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെയും ഓഫീസേഴ്സ് യൂണിയന്റെയും സംയുക്ത ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി V ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി സ്പെഷ്യൽ റോൾ ഒബ്സർവർ വയനാട് സന്ദർശിച്ചു. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച സ്പെഷ്യൽ റോൾ ഒബ്സർവറായ ജോയിന്റ് സെക്രട്ടറി ഐശ്വര്യ സിംഗ് ആണ്
സന്ദർശിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നത്. വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെയും സജീവ സഹകരണം ആവശ്യമാണെന്നും പോളിംഗ് ബൂത്തുകളിൽ ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിക്കണമെന്നും ഒബ്സർവർ യോഗത്തിൽ അറിയിച്ചു. കാസർഗോഡ് കരിന്തളത്ത് വയോധികയെ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിന്തളം ഗവൺമെന്റ് കോളേജിന് സമീപത്തെ ലക്ഷ്മിക്കുട്ടിയമ്മയാണ് മരിച്ചത്. നീലേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് കോട്ടിക്കുളത്ത് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. റെയിൽവേ സ്റ്റേഷന്റെ തെക്കുഭാഗത്ത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കോൺക്രീറ്റ് സ്ലാബ് കയറ്റിവെച്ചാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ജീവനക്കാർ ഉടൻ സ്ഥലത്തെത്തി സ്ലാബ് നീക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇടുക്കി നെടുങ്കണ്ടത്ത് കൈക്കൂലി വാങ്ങിയ പഞ്ചായത്ത് ഓവർസിയറെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു. ഉടുമ്പൻചോല പഞ്ചായത്തിൽ പാമ്പാടുംപാറ പഞ്ചായത്ത് ഓവർസിയർ സേനാപതി എച്ച് വിഷ്ണുവാണ് പിടിയിലായത്. കടമുറി വിപുലീകരിക്കുന്നതിന് 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. പാലക്കാട് ഫോർട്ട് റണ്ണേഴ്സ് ക്ലബ്ബ് ജനുവരി 11 നടത്തുന്ന റബ്ഫില പാലക്കാട് മാരത്തണിന്റെ പ്രചാരണ ഓട്ടം നടത്തി. കോട്ട മൈതാനത്ത് നിന്ന് ആരംഭിച്ച പ്രൊമോ റൺ റബ്ഫില മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. 200ഓളം താരങ്ങൾ പങ്കെടുത്തു. കൊല്ലത്ത് CITU ദേശീയതലത്തിൽ ആഹ്വാനം ചെയ്ത അവകാശ വാര ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ഗിഗ് പ്ലാറ്റ്ഫോം മേഖലയിലെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ക്യാമ്പയിൻ. പള്ളിമുക്കിൽ നടന്ന പരിപാടി CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. സജി നിർവഹിച്ചു. കോഴിക്കോട് വടകര പുതിയ ദേശീയപാതയിൽ പാലയാട്ടുനടയിൽ റോഡ് കുറുകെ കടക്കാൻ ജനം അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമാകുന്നു. 6-വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായ ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനിച്ചതായി നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചു. 42ാമത് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് KJ മാക്സി MLA കാർണിവൽ പതാക ഉയർത്തി. ഒപ്പം 100ഓളം ക്ലബ്ബുകളുടെ പതാകകൾ വിവിധ സംഘടനാ ഭാരവാഹികളും ഉയർത്തി. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് രാജ്കുമാർ ഗുപ്ത അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ പാനൂർ നഗരസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ നിയുക്ത കൗൺസിലർമാർക്ക് നൽകിയ ലഘുലേഖയെ ചൊല്ലി വിവാദം. പാലക്കാട്ടെ ബംഗ്ലാവ് പറമ്പിൽ KA ചന്ദ്രൻ നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്ന ലഘുലേഖ വിതരണം ചെയ്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. CPIM കൗൺസിലർമാരായ MP ബൈജു, MD K ബാബു എന്നിവർ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മടങ്ങിയെത്തി ഭരണാധികാരികളെ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യുകയും ലഘുലേഖ മടക്കി നൽകുകയും ചെയ്തു. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന, തൊടുപുഴ നഗരസഭകളിലെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തു. KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ തൊടുപുഴ നഗരസഭയിലും UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കട്ടപ്പന നഗരസഭയിലും സത്യപ്രതിജ്ഞ ചെയ്തു. ക്രിസ്മസ് പുതുവത്സര വിപണി കീഴടക്കാൻ എനിക്കും വേണം ഖാദി എന്ന സന്ദേശവുമായി നവീന ഫാഷനിലുള്ള ഖാദി വസ്ത്രങ്ങളും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുമായി ഖാദി ബോർഡ്. യുവതയെ ആകർഷിക്കാൻ ഇത്തവണ ഭാഗ്യശ്രീ ഖാദി ഫാഷൻ സൊസൈറ്റിയുമായി ചേർന്ന് ഡിസൈനർ വസ്ത്രങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട്. ശബരിമല തീർത്ഥാടകർക്കായി പത്തനംതിട്ട ജില്ലാ പോലീസ് തീർത്ഥാടക സഹായ കേന്ദ്രം ആരംഭിച്ചു. നീലിമലയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമുള്ളതാണ് തീർത്ഥാടക സഹായ കേന്ദ്രം. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ 31 ഡിവിഷനുകളിൽ നിന്നും വിജയിച്ചവർ സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി മുതിർന്ന അംഗം ഇന്ദിരയ്ക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജില്ലയിലെ 7 നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും മെമ്പർമാർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. തെറ്റുപറ്റുന്നവർക്ക് അത് തിരുത്താനാകുന്ന സാഹചര്യം ഒരുക്കുക സുപ്രധാനമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. കൊല്ലം ജില്ലാ ജയിൽ അങ്കണത്തിൽ ജയിൽ ക്ഷേമദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂരിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ കണ്ണൂർ സ്നേഹതീരം കൂട്ടായ്മയുടെ വനിതാ വിഭാഗം ഓർമ്മക്കൂട്ടം പരിപാടി സംഘടിപ്പിച്ചു. വിവിധ കലാകായിക മത്സരങ്ങൾ പരിപാടിയുടെ ഭാഗമായി നടന്നു. ശ്രീനിവാസൻ ആദരാഞ്ജലി അർപ്പിച്ച് 1 മിനിറ്റ് മൗനാചരണം നടത്തിയാണ് പരിപാടി തുടങ്ങിയത്. കൊളോസ്റ്റമി രോഗികളുടെ ആരോഗ്യ ആനന്ദ സംഗമം സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ ഡോക്ടർ സമീഹ സൈദലവി ഉദ്ഘാടനം ചെയ്തു. ശ്രീനിവാസന്റെ ജന്മനാടായ പാട്യത്ത് അനുസ്മരണ പരിപാടി നടന്നു. LDF പാട്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ പാട്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP. പ്രദീപൻ അധ്യക്ഷനായി.
മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേൾവിശക്തി നഷ്ടമായവർക്ക് ശ്രവണ സഹായികൾ കൈമാറി. മാനന്തവാടി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റാണ് ശ്രവണ സഹായികൾ കൈമാറിയത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ കളക്ടർ DR മേഘശ്രീക്ക് ശ്രവണ സഹായികൾ കൈമാറി. ഇടുക്കി തൊടുപുഴ അൽ അസർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ആരംഭിച്ച ബസ് സർവീസിന് മടത്തിക്കണ്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൊടുപുഴ മുനിസിപ്പൽ 10ാം വാർഡ് കൗൺസിലർ അനസ് പെരുനിലത്തിലിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. കൊല്ലം സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ 12ാമത് സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരം സോണിയ ചെറിയാന് നൽകുമെന്ന് ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്നോ ലോട്ടസ് എന്ന നോവലിനാണ് പുരസ്കാരം. ജനുവരി അവസാനം കൊല്ലം പള്ളിമൺ സിദ്ധാർത്ഥ സ്കൂളിൽ നടക്കുന്ന സാഹിത്യ ക്യാമ്പിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. ഉത്തര കേരളത്തിൽ സ്ത്രീ കെട്ടിയാടുന്ന ഏകതെയ്യമായ ദേവക്കൂത്ത് കണ്ണൂർ പഴയങ്ങാടിയിൽ നടന്നു. തെക്കുംപാട് കുലോം തായക്കാവിലാണ് ദേവക്കൂത്ത് അരങ്ങേറിയത്. തുടർച്ചയായ 10ാം വർഷവും 62കാരിയായ പഴയങ്ങാടി മാടായി സ്വദേശിനി MB അംബുജാക്ഷിയാണ് ദേവക്കൂത്ത് തെയ്യം കെട്ടിയാടിയത്. വയോജനങ്ങൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ എറണാകുളം പ്രസ് ക്ലബ്ബ്. ഇന്ന് പ്രസ് ക്ലബ്ബിൽ ആദ്യ പുൽക്കൂട് ഒരുക്കും. തുടർന്ന് കൊച്ചിയിലെ 2 കോളനികളിൽ ചൊവ്വാഴ്ച വയോജനങ്ങൾക്കൊപ്പം പ്രസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പുൽക്കൂട് ഒരുക്കും. ലോകാരോഗ്യ സംഘടനയുടെ കീഴിലെ സാമൂഹിക സംഘടനയോട് കൈകോർത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് വടകര അഴിത്തല ഫിഷ് ലാൻഡിംഗ് സെന്ററിന് 1.20 കോടി രൂപയുടെ ഭരണാനുമതിയായി. ഫിഷ് ലാൻഡിംഗ് സെന്റർ യാഥാർത്ഥ്യമാവുന്നതോടെ നഗരസഭയിലെ മത്സ്യബന്ധന മേഖലയിലെ വളർച്ചയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഗുണകരമാവും. 1.20 കോടി രൂപയാണ് ലഭിച്ചത്. കോഴിക്കോട് വടകര സാൻഡ് ബാങ്ക്സ് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അപകട ഭീഷണി ഉയർത്തി തീരം കടലെടുത്തു. 150 മീറ്ററിലധികം വരുന്ന കടലോരത്തെ മണൽ പൂർണ്ണമായും കടലിലേക്ക് ഒഴുകിപ്പോയി. പുലിമുട്ടിനോട് ചേർന്ന ഭാഗത്തെ തീരമാണ് കടലെടുത്തത്. വയനാട് ജില്ലയിലെ അരിവാൾ രോഗബാധിതരുടെ ചികിത്സാ പ്രവർത്തനങ്ങൾക്കായി തുക കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു S. നായർ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സമീബ സൈതലവിക്കാണ് കൈമാറിയത്. CSR ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് 1 കോടി രൂപ അനുവദിച്ചത്. കോഴിക്കോട് വടകരയിൽ 2.385 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വടകര എക്സൈസും RPFും റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പരിശോധനയ്ക്കിടെ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കഞ്ചാവ്. തലശ്ശേരി പ്രസ് ഫോറം മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ 18ാമത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് സ്മാരക പത്രപ്രവർത്തക അവാർഡിന് മാതൃഭൂമി കാസർഗോഡ് ലേഖകൻ പ്രദീപ് നാരായണൻ അർഹനായി. അനീഷ് പാദ്രിയോട് P. ദിനേശൻ, N. സിറാജുദ്ദീൻ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത്. അവാർഡ് ജനുവരി 5-ന് പ്രസ് ഫോറം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ P. സന്തോഷ് MP സമ്മാനിക്കും. VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഫിലിം കോംറേഡ് VS ദ ലാസ്റ്റിംഗ് ക്യാമ്പയിൻ ഇന്ന് ചാവറ കൾച്ചറൽ സെന്ററിൽ പ്രദർശിപ്പിക്കും. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ ഭാഗമായാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് ഡോക്യുമെന്ററി സംവിധായകൻ ഡോക്ടർ ഇവാൻ മക്ഡൊണാൾഡാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് പേരാമ്പ്ര പഞ്ചായത്തിലെ 19ാം വാർഡിൽ കടുകുഴി പാടശേഖരത്തിൽ കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നു. കതിരിട്ട് വിളവെടുപ്പിന് പാകമായ നെൽകൃഷിയാണ് പന്നിക്കൂട്ടം വ്യാപകമായി നശിപ്പിക്കുന്നത്. നെല്ലിനു പുറമെ വാഴ, വിവിധതരം പച്ചക്കറികൾ എന്നിവയും പന്നികൾ നശിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്മസ് കളറാക്കാൻ കോഴിക്കോട് കൃഷി വകുപ്പ്. ക്രിസ്മസ് കഴിഞ്ഞാലും വീട്ടുമുറ്റത്ത് പച്ചപിടിച്ചു നിൽക്കുന്ന ജീവനുള്ള ക്രിസ്മസ് ട്രീകൾ ഒരുക്കിയിരിക്കുകയാണ് കൃഷി വകുപ്പ്. പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ ഹരിത പ്രോട്ടോകോൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണിത്. തിരുവനന്തപുരം കാരക്കോണം PPMHSലെ 1980 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. പാറശാല MLA CK ഹരീന്ദ്രൻ സമന്വയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. MLAയും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് അധ്യാപകർക്ക് ആദരവ് നൽകി. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നാളെ പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് മുഴുവൻ പൗരന്മാരും ഉറപ്പുവരുത്തണമെന്നും ജാഗ്രതയുണ്ടാവണമെന്നും ISM സംസ്ഥാന കൗൺസിൽ അഭിപ്രായപ്പെട്ടു. മുനമ്പത്ത് സംസ്ഥാന സർക്കാർ വഖഫ് കയ്യേറ്റക്കാർക്കൊപ്പം നിൽക്കരുതെന്നും ISM ആഹ്വാനം ചെയ്തു. ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്ത് കൗൺസിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്ന മാനാഞ്ചിറ റോഡ് പുതുവത്സരത്തിന് മുമ്പ് ഗതാഗത യോഗ്യമാക്കി യാത്രക്കാർക്ക് തുറന്നുകൊടുക്കാൻ തീവ്ര ശ്രമം. 1.5 മാസത്തോളം നീണ്ട പ്രവൃത്തിയാണ് അവസാന ഘട്ടത്തിലേക്ക് കടന്നത്. 4 ഭാഗത്തും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് വരും ദിവസങ്ങളിൽ നടക്കുക.
നടൻ ശ്രീനിവാസന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ അമ്മ സംഘടന അമ്മയുടെ ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ, ഭാരവാഹികളായ ടിനി ടോം, റോണി ഡേവിഡ്, സിജോ വർഗീസ് എന്നിവരും മറ്റംഗങ്ങളും ശ്രീനിവാസനെ അനുസ്മരിച്ച് സംസാരിച്ചു. സ്പാനിഷ് ലീഗിൽ കുതിപ്പ് തുടർന്ന് ബാഴ്സലോണ വിയാറയലിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. പോയിന്റ് പട്ടികയിൽ റയലിനേക്കാൾ 4 പോയിന്റ് ലീഡ്. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ച് ആസ്റ്റൺ വില്ല. കോഴിക്കോടിനെ ആവേശത്തിലാക്കി ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ്. ആവേശപ്പോരിൽ കിരീടം നേടി ബിഗ് റോക്ക് മോട്ടോർ സ്പോർട്സിംഗ്. വിജയികൾക്ക് ട്രോഫി കൈമാറി സൽമാൻ ഖാൻ. ആഷസ് 4ാം ടെസ്റ്റിൽ ഓസീസ് ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യത. നായകൻ പാറ്റ് കമ്മിൻസും സ്പിന്നർ നഥാൻ ലിയോണും ടീമിൽ നിന്ന് വിട്ടുനിന്നേക്കും. പരിക്കേറ്റ് 3ാം ടെസ്റ്റ് നഷ്ടമായ സ്റ്റീവ് സ്മിത്ത് ടീമിൽ തിരിച്ചെത്തിയേക്കും. ആഷസ് പരമ്പര നേടിയതിനാൽ താരങ്ങളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കേണ്ട എന്ന തീരുമാനത്തെ തുടർന്നാണ് മാറ്റത്തിനുള്ള ആലോചന. ശ്രീലങ്ക വനിതകൾക്കെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് 8 വിക്കറ്റ് ജയം. ശ്രീലങ്കയുടെ 122 റൺസ് ഇന്ത്യ 15ാം ഓവറിൽ മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ജെമിമ റോഡ്രിഗസ് ആണ് കളിയിലെ താരം. ആഫ്രിക്കൻ നേഷൻസ് ലീഗിൽ ജയത്തോടെ തുടങ്ങാൻ സൂപ്പർ താരം മുഹമ്മദ് സലായുടെ ഈജിപ്തിൽ നിന്നിറങ്ങും. ആദ്യ മത്സരത്തിൽ സിംബാബ്വെയാണ് ഈജിപ്തിന്റെ എതിരാളികൾ. മൊറോക്കോയിൽ രാത്രി 1:30-ക്കാണ് മത്സരം. ഇറ്റാലിയൻ സൂപ്പർ കപ്പിൽ ഇന്ന് ഫൈനൽ പോരാട്ടം. സൂപ്പർ താരം കെവിൻ ഡി ബ്രൂയിന്റെ നാപ്പോളി ബൊളോഗ്നയെ നേരിടും. സൂപ്പർ കപ്പിലെ 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് നാപ്പോളി ഇറങ്ങുന്നത്. കന്നിക്കിരീടം തേടിയാണ് ബൊളോഗ്ന കളത്തിലിറങ്ങുന്നത്. രാത്രി 12:30-ന് റിയാദിലാണ് മത്സരം. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി നിയമത്തിനെതിരെ ഇന്ന് ഇടത് പാർട്ടികളുടെ രാജ്യവ്യാപക പ്രതിഷേധം. CPIM, CPI, CPIML അടക്കമുള്ള പാർട്ടികൾ ഭാഗമാകും. കേന്ദ്രം പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം. സംഗീത പരിപാടിയിൽ മതേതര ഗാനം ആലപിക്കാൻ ആവശ്യപ്പെട്ട് അപമാനിച്ചെന്ന ആരോപണവുമായി ബംഗാളി ഗായിക ലക്നജിത ചക്രവർത്തി. ഈസ്റ്റ് മിഡ്നാപൂരിലെ ഭഗവാൻപൂരിലെ സ്കൂളിൽ നടന്ന ലൈവ് മ്യൂസിക് ഷോയ്ക്കിടെയാണ് സംഭവം. ജാഗോ മാ എന്ന ദുർഗാസ്തുതി ആലപിച്ച ഗായികയെ തടസ്സപ്പെടുത്തി മതേതര ഗാനം ആലപിക്കൂ എന്ന് ആക്രോശിച്ച് മെഹബൂബ് മല്ലിക് എന്നയാൾ അസഭ്യം പറഞ്ഞെന്നാണ് പരാതി. മ്യാൻമറിൽ സൈബർ അടിമകളായി തടവിലാക്കപ്പെട്ട 7 പേരെ രക്ഷപ്പെടുത്തി മഹാരാഷ്ട്ര പോലീസ്. മേവാടി ടൗൺഷിപ്പിലെ കുപ്രസിദ്ധമായ KK പാർക്കിലാണ് ഇവരെ തടവിലാക്കിയിരുന്നത്. മ്യാൻമറിൽ തടങ്കലിലായിരുന്ന 2 പേരുടെ പരാതിയിലായിരുന്നു അന്വേഷണം. കർണാടകയിലെ കോപ്പൽ ജില്ലയിൽ സർക്കാർ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ പുഴുക്കൾ. ഗോഡൌണിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത അരിയും പരിപ്പുമാണ് സ്വകാര്യ ജീവനക്കാർ സ്കൂളിൽ വിതരണം ചെയ്തത് എന്നാണ് ആരോപണം. സംഭവത്തിൽ സർക്കാർ റിപ്പോർട്ട് തേടി. പോപ്പുലർ ഫ്രണ്ട് രാജ്യസുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയെന്ന് NIA. IS-ൽ ചേരാൻ പോപ്പുലർ ഫ്രണ്ട് യുവാക്കളെ പ്രേരിപ്പിച്ചെന്നും പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ ദക്ഷിണേന്ത്യയിൽ കലാപമുണ്ടാക്കാൻ പദ്ധതിയിട്ടെന്നും ദേശീയ അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീരാമനെ പോലെയെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. പൂനെ സാഹിത്യോത്സവത്തിൽ ഇന്ത്യക്ക് കൂടുതൽ ജയശങ്കർമാരെ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് മോദിയെ രാമനോട് ഉപമിച്ചത്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെട്രോളും ഡീസലും നൽകരുതെന്ന് നിർദ്ദേശിച്ച് ഒഡീഷ സർക്കാർ. ഇത് സംബന്ധിച്ച് സർക്കാർ എണ്ണ കമ്പനികൾക്ക് കത്തെഴുതി. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയുടെ മേധാവികൾക്കാണ് സംസ്ഥാന ഗതാഗത അതോറിറ്റി ചെയർമാൻ അമിതാഭ് ഠാക്കൂർ കത്തെഴുതിയത്. പ്രധാനമന്ത്രിയുടെ കൗശൽ വികാസ് യോജനയിൽ വ്യാപക ക്രമക്കേടെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്. യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് PMKVY. കണ്ടെടുത്ത 171 കേസുകളിൽ 131-ലും ഒരേ പരിശീലന കേന്ദ്രത്തിന്റെയും ആളുകളുടെയും ഇമെയിൽ വിലാസമാണെന്നും കേന്ദ്രങ്ങളിൽ പലതും പ്രവർത്തിക്കുന്നില്ല എന്നും CAG കണ്ടെത്തി. ഒഡീഷയിലെ സാമ്പൽപൂരിൽ ഹോംഗാർഡ് ഉദ്യോഗാർത്ഥികൾ എയർ സ്ട്രിപ്പ് വൺവേയിൽ ഇരുന്ന് റിക്രൂട്ട്മെന്റ് പരീക്ഷ എഴുതി. 5ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയ്ക്ക് ബിരുദ യോഗ്യതയുള്ളവർ പോലും എത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ഡിസംബർ 16-ന് 187 ഹോംഗാർഡ് തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 8000-ത്തിലധികം പേരാണ് പങ്കെടുത്തത്. ട്രെയിനിൽ ടിക്കറ്റില്ലാതെ നിയമവിരുദ്ധമായി യാത്ര ചെയ്യുന്നവരിൽ നിന്ന് ഈ വർഷം ഈടാക്കിയത് വൻ തുകയെന്ന് റെയിൽവേ. ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 1781.48 കോടി രൂപയാണ് പിഴയിനത്തിൽ മാത്രം റെയിൽവേക്ക് ലഭിച്ചതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു.
കൊലപാതക കേസുകളിൽ ഇളവില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കാൻ സെഷൻസ് കോടതികൾക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി. ഇളവില്ലാത്ത ജീവപര്യന്തം വിധിക്കാൻ ഭരണഘടനാ കോടതികൾക്ക് മാത്രമാണ് അധികാരമെന്ന് ജസ്റ്റിസുമാരായ എ അമാനുള്ള, കെ വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. BSF കോൺസ്റ്റബിൾ നിയമനത്തിൽ അഗ്നിവീറായി വിരമിച്ചവർക്ക് അനുവദിച്ചിരുന്ന ക്വാട്ട 50% ഉയർത്തി കേന്ദ്രം. നേരത്തെ 10% സംവരണം. 2015 BSF ജനറൽ ഡ്യൂട്ടി കേഡർ റിക്രൂട്ട്മെന്റ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള റഷ്യ-യുക്രൈൻ സമാധാന ചർച്ച 2ാം ദിനത്തിലേക്ക്. പുടിന്റെ പ്രത്യേക ദൂതനുമായി കൂടിക്കാഴ്ച നടത്തി ട്രംപിന്റെ മരുമകൻ ജെറാർഡ് കുഷ്നർ. യുക്രൈൻ മുന്നോട്ട് വെച്ച ഭേദഗതികൾ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാക്കിയില്ല എന്ന് റഷ്യ. നൈജീരിയയിലെ സ്കൂളിൽ നിന്ന് സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ 130 വിദ്യാർത്ഥികളെ കൂടി മോചിപ്പിച്ചു. എല്ലാ ബന്ദികളും മോചിതരായെന്ന് സർക്കാർ. 300-ലധികം വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയത് നവംബറിൽ. നോവി സാദ് ദുരന്തത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ച സെർബിയ. തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ. പ്രക്ഷോഭം അഴിമതി വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ റെഗുലർ ക്ലാസുകളിൽ നിന്ന് നീക്കിയതിന്. ന്യൂസിലൻഡിലെ തെക്കൻ ഓക്ലൻഡിൽ സിഖ് വംശജരുടെ മത ആഘോഷ പ്രദക്ഷിണത്തിനിടെ പ്രതിഷേധം. കിവീസ് ഫസ്റ്റ് എന്ന ബ്ലൂ ടീഷർട്ട് ധരിച്ച ഒരു കൂട്ടം യുവാക്കളാണ് പ്രതിഷേധവുമായി എത്തിയത്. ന്യൂസിലൻഡ് പൈതൃക നൃത്തരൂപമായ ഹാക്ക അവതരിപ്പിച്ചായിരുന്നു പ്രതിഷേധം. അമേരിക്കയിലെ ജനസാന്ദ്രത കൂടിയ 2ാമത്തെ നഗരമായ സാൻ ഫ്രാൻസിസ്കോയെ ഇരുട്ടിലാക്കി വ്യാപക പവർ കട്ട്. ശനിയാഴ്ച ഉച്ചയോടെ ആദ്യം റിപ്പോർട്ട് ചെയ്ത വൈദ്യുത തടസ്സം ഇന്നലെയാണ് നഗരത്തെ വ്യാപകമായി ബാധിച്ചത്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് 1.5 ലക്ഷത്തോളം ഉപയോക്താക്കൾ ആദ്യഘട്ടത്തിൽ ഇരുട്ടിലായി. തായ്ലൻഡ് കംബോഡിയ അതിർത്തി സംഘർഷം അവസാനിപ്പിക്കാൻ സമാധാന ശ്രമങ്ങളുമായി ആസിയാൻ. മലേഷ്യയിൽ ആസിയാൻ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ ഉന്നതതല യോഗം ചേരും. തായ്ലൻഡ് കംബോഡിയ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. മമ്മൂട്ടി നായകനാവുന്ന ഖാലിദ് റഹ്മാൻ ചിത്രമാണ് തങ്ങളുടെ പുത്തൻ സിനിമ എന്ന പ്രഖ്യാപനവുമായി ഷെരീഫ് മുഹമ്മദിന്റെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന 3ാം ചിത്രമാണിത്. നിയോഗ്, സുഹാസ്, ഷറഫു എന്നിവർ ചേർന്ന് തിരക്കഥയൊരുക്കിയ ചിത്രം 2026 തുടക്കത്തിൽ ചിത്രീകരണം ആരംഭിക്കും. ഹർഷവർദ്ധൻ റാണെ നായകനായെത്തിയ ഏക് ദീവാനെ കി ദീവാനിയെ OTTയിലേക്ക്. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ എത്തുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും C5ലാണ് സ്ട്രീം ചെയ്യുക. ഡിസംബർ 26-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. അമേരിക്കയിൽ ടിക്ടോക്ക് നിരോധിക്കാതിരിക്കാൻ രക്ഷാ കരാർ ഒപ്പിട്ട് കമ്പനി. ജനപ്രിയമായ ആപ്പിനെ രാജ്യത്ത് നിലനിർത്തുന്നതിനാണ് അമേരിക്കൻ നിക്ഷേപകരുമായി ടിക്ടോക്കിന്റെ മാതൃസ്ഥാപനം കരാറിൽ ഏർപ്പെട്ടത്. അതിജീവനത്തിന് വേണ്ടിയാണ് താൻ നടനായതെന്ന് ബേസിൽ ജോസഫ്. സംവിധാനത്തിനാണ് കരിയറിന്റെ തുടക്കത്തിൽ മുൻഗണന നൽകിയത്. എന്നാൽ അതുവഴി സ്ഥിര വരുമാനം ഉണ്ടാക്കുക പ്രയാസമായിരുന്നെന്ന് ബേസിൽ പറയുന്നു. ദ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയുടെ റൗണ്ട് ടേബിൾ കോൺവെർസേഷനിലാണ് ബേസിൽ സംസാരിച്ചത്.